പ്രകൃതിയിൽ കുറേയധികം ഇൻഗ്രീഡിയൻസ് കിട്ടാണ്. മഞ്ഞൾ, എന്നാൽ അതുപോലെ തന്നെ ഇഞ്ച പോലെയുള്ള കാര്യങ്ങൾ കുഴിക്കുക, അങ്ങനെയുള്ള കുറേയധികം കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ മഞ്ഞൾ ഉപയോഗിക്കുന്നത് എല്ലാവരിലും പോസിബിൾ ആണോ, അല്ലെങ്കിൽ എല്ലാവരിലും അത് ഓക്കെ ആണോ? ഒരുപാട് നാളുകളായിട്ടുള്ള നമ്മുടെ ഒരു ട്രഡീഷണൽ ട്രീറ്റ്മെന്റ് രീതിയിലും നമ്മൾ ഡേ ടു ഡേ ബേസിസിൽ യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് മഞ്ഞൾ. പക്ഷേ എപ്പോഴും ഏതൊരു സ്കിൻ ടൈപ്പിനും ഏതൊരു അസുഖത്തിനും അത് കറക്റ്റ് ആണ് എന്ന് വിചാരിക്കുന്നത് ഒരു തെറ്റിദ്ധാരണയാണ്. അത് സൂട്ടബിൾ ആയിട്ടുള്ള സ്കിൻ ടൈപ്സിന് അത് വളരെ യൂസ്ഫുള്ളും, പക്ഷേ ചില ഡ്രൈ സ്കിൻ കണ്ടീഷൻസ് പോലെയുള്ള കണ്ടീഷൻസിൽ എസ്പെഷ്യലി കൂടുതലും കണ്ടുവരുന്നത് ചെറിയ ബേബീസിന് ഉണ്ടായിക്കഴിഞ്ഞ് നമ്മൾ അവരെ കുളിപ്പിക്കുമ്പോൾ മഞ്ഞൾ അടങ്ങിയ എണ്ണ യൂസ് ചെയ്താൽ കുറച്ചുകൂടെ ഫെയർനെസ് വരും എന്നുള്ള ഒരു ചിന്താഗതി കൊണ്ട് പലപ്പോഴും അവർ ചൂസ് ചെയ്യുന്നു മഞ്ഞൾ അടങ്ങിയ എണ്ണകൾ തന്നെ. പലപ്പോഴും അറിയുന്നുമില്ല ഇതിനകത്ത് മഞ്ഞളുണ്ട് എന്നുള്ള കാര്യം. പക്ഷേ അങ്ങനെയുള്ള ബേബീസിന് പലപ്പോഴും അറ്റോപിക് ഡെർമറ്റൈറ്റിസ് പോലെയുള്ള ഡ്രൈ സ്കിൻ അല്ലെങ്കിൽ സ്കിൻ ബാരിയർ ഡിഫക്ട്സ് ബേസിക് കോസ് ആയിട്ടുള്ള കണ്ടീഷൻസ് ഫ്ലെയർ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. പക്ഷേ പേരൻസ് അത് പലപ്പോഴും ഹിസ്റ്ററിയിൽ പോലും പറയാറില്ല. കാരണം അവർക്കും ഇതിനകത്ത് മഞ്ഞളുണ്ട് എന്നുള്ള കാര്യം അത്ര ക്ലിയർ അല്ല, എന്റെ ഇൻഗ്രീഡിയൻസ് അത്ര ക്ലിയർ അല്ല. പിന്നെ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറയുന്ന പോലെ കോക്കനട്ട് ഓയിലിനെ പലർക്കും അത്ര താല്പര്യം കാണുന്നില്ല. പക്ഷേ വെർജിൻ കോക്കനട്ട് ഓയിൽ, അതായത് ഉരുക്കു വെളിച്ചെണ്ണ എന്നുള്ളത് ഒരു വളരെ നല്ല ഒരു മോയ്സ്ചറൈസിങ് എഫക്റ്റ് ഉള്ള ഒരു ഓയിലാണ്. പലപ്പോഴും കൂടുതലും ഒലിവ് ഓയിലോ ആൽമണ്ട് ഓയിലോ ആണ് പേഷ്യൻസ് പ്രിഫർ ചെയ്യുന്നത്. ബട്ട് കോക്കനട്ട് ഓയിൽ അതിനേക്കാളും ഒക്കെ നമ്മളുടെ സ്കിന്നിന് സൂട്ടബിൾ ആണ് എന്നുള്ളൊരു കാര്യം എല്ലാവരും മനസ്സിലാക്കിയാൽ നമുക്കത് വളരെ റെഡിലി അവൈലബിളും ആണ്. മോയ്സ്ചറൈസേഴ്സിലേക്ക് സ്വിച്ച് ചെയ്യുമ്പോൾ അത് കുറച്ചുകൂടെ ലോങ് ടേം ബെനിഫിറ്റ്സ് കിട്ടും, കുറച്ചുകൂടെ നേരം അത് സ്കിന്നിൽ ആക്ട് ചെയ്യും. ബട്ട് കോക്കനട്ട് ഓയിൽ ഇസ് എ വെരി ഗുഡ് മോയ്സ്ചറൈസർ.